ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് GST. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GSTയുടെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, നമുക്കൊരോ പോയിന്റ് നോക്കാം. ഫസ്റ്റ് വൺ, എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ്. GST വന്നതോട് കൂടിയിട്ട് തന്നെ ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ പ്രൊഡക്റ്റിന് തന്നെ ഒന്നിലധികം കൂടുതൽ ടാക്സ് അടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അതെന്ത് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത്, ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എങ്ങനെ? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഓരോ പ്രൊഡക്റ്റിനും എന്തായിരിക്കും, ഓരോ HSN കോഡുകൾ ഉണ്ടായിരിക്കും. ആ ഒരു HSN കോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിനെ സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, വൺ ടാക്സ് GST ഇമ്പോസസ് ഓൺലി വൺ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് റീപ്ലേസിംഗ് ഓൾ ഹിഡൻ ടാക്സസ് ബൈ സിംഗിൾ ടാക്സ്. ഇതാണ് ഒരു പ്രൊഡക്റ്റ് മേലെ തന്നെയുള്ള ഹിഡൻ ആയിട്ടുള്ള മറ്റെല്ലാ ടാക്സ് ഒഴിവാക്കിയിട്ട് എന്താണ്, ഒറ്റ ടാക്സ് ഉള്ളൂ, GST. ഓക്കെ. ദെൻ അടുത്തത്, ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസി കംപ്ലയൻസ്. ഇതാണ് GST ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ്, കാര്യങ്ങളൊക്കെ ഈസിയാണ്, സിമ്പിളാണ്. അതുപോലെ തന്നെ റെഡ്യൂസസ് കറപ്ഷൻസ് അഴിമതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം എന്താണ്, ഇതൊക്കെ ഓൺലൈൻ സിസ്റ്റങ്ങളിലൂടെയാണ് ഇപ്പോൾ ഏറെക്കുറെ GST ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൈക്കടത്തലുകൾ കാര്യങ്ങളൊക്കെ കുറയുന്നത് കൊണ്ടും അതുപോലെ തന്നെ GST ട്രാൻസ്പെറൻ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ്. ഇന്ത്യ മൊത്തത്തിൽ എന്താണ്, പ്രൊഡക്റ്റുകൾക്കൊക്കെ ഒരേ ടാക്സ് റേറ്റ് ആണ് ഉള്ളത്. ഓക്കെ, സെയിം പ്രൊഡക്റ്റുകൾക്കൊക്കെ സെയിം ടാക്സ്. ഇപ്പോൾ ഓട്ടോമൊബൈൽസ് ആണെന്നുണ്ടെങ്കിൽ 28% ആണ് ഇന്ത്യയിൽ എല്ലാത്തിലും ഉണ്ടാവുക. അതുപോലെ തന്നെ ഗോൾഡിന് 3% ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടാവും. ദെൻ റെഡ്യൂസസ് ദി ആവറേജ് ടാക്സ് ബേർഡൻ ഓഫ് കസ്റ്റമറിൻ്റെ ടാക്സ് ബേർഡൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു GST വന്നതോട് കൂടിയിട്ട് കുറക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് ഒറ്റ എക്സാമ്പിളിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ ഒരു GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നു നമ്മുടെ ടാക്സ് സ്ട്രക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ നമുക്കൊരു തയ്യൽ മെഷീനാണ് നമുക്ക് വാങ്ങേണ്ടത്. നമ്മളൊരു കസ്റ്റമറാണ്, നമുക്ക് എന്ത് വേണ്ടത്, ഒരു തയ്യൽ മെഷീനാണ് വാങ്ങേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് ഷൂയിങ് മെഷീൻ, അതിൻ്റെ ആ തയ്യൽ മെഷീൻ്റെ വില പറഞ്ഞാൽ 5000 ആണ്. ഓക്കെ, അയാൾ തന്നെ ഉണ്ടാക്കുകയാണ്. ദെൻ എക്സൈസ് ഡ്യൂട്ടി, അത് ഉണ്ടാക്കുന്നതിന് എക്സൈസ് ഡ്യൂട്ടി ഗവൺമെൻറ് കൊടുക്കണം. എത്ര? 625. 5000ത്തിൻ്റെ 12% 625 ഗവൺമെൻറ് കിടക്കണം. ദെൻ സബ് ടോട്ടൽ എത്രയാണ് പ്രൊഡക്റ്റിൻ്റെ? 5625 ആണ്. ഓക്കെ, ദെൻ അത് പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ വാറ്റ് കൊടുക്കണ്ടേ, സെയിൽസിന് വാറ്റ് കൊടുക്കണം. അപ്പോൾ എത്രയാണ് ഈ 5625ൻ്റെ 14% എത്ര? 816. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ 5000 രൂപ വിലയുള്ള ഒരു മെഷീന് നമ്മൾ എത്ര കൊടുക്കണം? 6441 രൂപ കൊടുക്കണം. ഇതിൽ തന്നെ 2 ഐറ്റംസ് ടാക്സ് ആണുള്ളത്. ഏതൊക്കെ? എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ വാറ്റും ഉണ്ട്, ഇല്ലേ? ഇത് രണ്ടും കാര്യമായിട്ട് ഇത് രണ്ടും അടുക്കുമ്പോഴാണ് ആ പ്രൊഡക്റ്റിൻ്റെ വില കൂടുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ GSTൻ്റെ അണ്ടറിൽ വരുമ്പോൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. മാറ്റം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, എന്താണ് പ്രൈസ്? 5000 രൂപേൻ്റെ നമുക്ക് GST അടിച്ചാൽ മതി. GST ഇവിടെ 18% കാണിക്കുന്നത്. സോ 450 900 അടിച്ചാൽ മതി. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഇവിടെ അടക്കണ്ട, അതുപോലെ തന്നെ വാറ്റും ഇല്ല. ഇത് രണ്ടിനും കൂടി എന്ത് ചെയ്താൽ മതി, GST അടിച്ചാൽ മതി. അതാണ് ടാക്സ് ഓൺ ടാക്സ്. ഓരോ പ്രൊഡക്റ്റിന് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ടാക്സ് അടക്കുന്ന പരിപാടി, ഡിഫറെൻറ്റ് അതോറിറ്റി ടാക്സ് വാങ്ങുന്ന പരിപാടി നമ്മുടെ അല്ല. സോ എന്താണ്, GST ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഒറ്റ ടാക്സ്. ഓക്കെ, സിംഗിൾ ടാക്സ്, ഒറ്റ ടാക്സ് ആണുള്ളത്. അതുപോലെ തന്നെ 5000 നമ്മൾ നേരത്തെ 6000 സംതിങ് ഇല്ലേ, 6441 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന് ഇല്ലേ. ഇപ്പം നമ്മൾ ഈ ഒരു GSTൻ്റെ അണ്ടറിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര? 5900 കൊടുത്താൽ മതി. 541 രൂപ എന്താണ്, നമുക്ക് ലാഭമാണ്. ഓക്കെ, അതാണ് കസ്റ്റമർ സാധനത്തിൻ്റെ പ്രൈസിൻ്റെ വില കുറയാൻ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞില്ലേ. കാരണം മുമ്പ് നമ്മൾ എത്ര കൊടുക്കേണ്ടിനി അല്ലേ, 2 കേസിൽ എന്താണ്, എക്സൈസ് ഡ്യൂട്ടി ഇതും അവസാനം കസ്റ്റമറിൻ്റെ അടുത്ത് നിന്നല്ല ഈ എമൗണ്ട് ഈടാക്കുക, അതുപോലെ തന്നെ ഈ എമൗണ്ട് ഈടാക്കുക. അപ്പം ഇവിടെ 900 കൊടുത്താൽ മതി എന്നുള്ളത്. സോ അതാണ് കസ്റ്റമറെ ടാക്സ് ബേർഡന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അഡ്വാൻറ്റേജിൽ നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ നെക്സ്റ്റ്, നമുക്ക് ബെനിഫിറ്റ് ഓഫ് GST ടു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു GST കൊണ്ടുള്ള മെച്ചങ്ങൾ, എസ്പെഷ്യലി കൺസ്യൂമേഴ്സിന്, ബിസിനസ്സിന്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് എന്താണ് GST കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ടു സിറ്റിസൺസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ, സിമ്പിൾ ടാക്സ് സിസ്റ്റം. എന്താണ്, GST ഒരു സിമ്പിൾ ടാക്സ് സിസ്റ്റം ആണ്. ദെൻ റിഡക്ഷൻ ഇൻ പ്രൈസ്. എന്താണ്, പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നുണ്ട്. മുമ്പത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ദെൻ അടുത്തത്, ട്രാൻസ്പെറൻസി ഇൻ ടാക്സേഷൻ സിസ്റ്റം. ഈ ഒരു ടാക്സേഷൻ സിസ്റ്റത്തിൽ എന്താണ്, ട്രാൻസ്പെറൻസി ഉണ്ട്, സുതാര്യതയാണ്. കാരണം നമുക്ക് ഓൺലൈൻ വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിലൊക്കെ അഴിമതി കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും, സുതാര്യമാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ യൂണിഫോം പ്രൈസ് ത്രൂ ഔട്ട് ഓഫ് കൺട്രി. ഇന്ത്യയിൽ മൊത്തം എന്താണ്,
അല്ലെ ഏറെക്കുറെ ഒരേ പ്രൈസ് ആയിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാകുക. കാരണം മൊത്തത്തിൽ എന്താണ് ഒരേ ടാക്സ് റേറ്റ് ആണ് GST വന്നതോട് കൂടിയിട്ടുള്ള ഒരേ പ്രൊഡക്റ്റുകൾക്കൊക്കെ ഒരേ ടാക്സ് റേറ്റ് ആണുള്ളത്. ദെൻ ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇല്ല ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് GST വന്നതോട് കൂടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇല്ല ഒരുപാട് GST പ്രൊഫഷണൽസ് ഉണ്ട്, GST ആയിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ എന്താണ് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഷോപ്പുകളിലൊക്കെ കയറി പോയിട്ട് നിങ്ങളെ GST കാര്യങ്ങൾ ഞങ്ങളടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ലും കാര്യങ്ങളും വാങ്ങി കൊണ്ടുപോയിട്ട് അവരടക്കുന്ന അല്ലെ ഒരുപാട് ബികോമാർ അത്തരത്തിലുള്ള സ്റ്റുഡൻസുകൾ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ടാക്സ് ഫയലിംഗ് GST ഫയലിംഗ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, അതപ്പോൾ എന്താണത്, അതൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രി ബിസിനസ്സിനുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദെൻ റിഡക്ഷൻ ഇൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ്. എന്താണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് അല്ലേ, ഒരേ ടാക്സ് ബേസ് ഒന്നിലധികം ടാക്സ് അടക്കേണ്ട ആ സ്ഥിതി ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മിറ്റിഗേഷൻ ഓഫ് കാസ്കേഡിങ്, ടാക്സ് ഓൺ ടാക്സ് ഇഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ് ഇല്ലേ, മൊത്തത്തിലൊരു നാഷണൽ മാർക്കറ്റ് അല്ലേ, ഒരേ നാഷണൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സെയിം റേറ്റ് ആയതുകൊണ്ട്. ഓക്കെ, സെയിം ടാക്സ് റേറ്റ് ആയിരിക്കും ഒരേ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാവുക. ദെൻ സിംപ്ലർ ടാക്സ് റെജീം, ഫ്യൂവർ റൈറ്റ്സ് ആൻഡ് എക്സംഷൻസ്. എന്താണ് ഈ ഒരു ടാക്സ് പ്രൊസീജിയർ GSTൻ്റെ അണ്ടറിൽ ടാക്സ് പ്രൊസീജിയർ വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റുകളാണ് GSTയിൽ കാര്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എക്സംഷൻസ് അല്ലേ, ഒരുപാട് എക്സംഷൻസ് കാര്യങ്ങളുണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾക്ക് അല്ലേ GST ഇല്ല. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില പ്രൊഡക്റ്റുകൾക്ക് GST ഇല്ല. ഇനിയിപ്പോൾ GST രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വർഷത്തിൽ ടേൺ ഓവർ 40 ലക്ഷത്തിന് അല്ലേ 40 ലക്ഷം അതിൻ്റെ മേലെ ആയിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ബിസിനസ്സിന് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ബെനഫിറ്റുകൾ GST കൊണ്ട് ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഗവൺമെൻറ്റിനുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലേ യൂണിഫോംഡ് കോമൺ നാഷണൽ മാർക്കറ്റ് ടു ബൂസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ. എന്താണ് മേക്ക് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ എന്താണ് ഒരു യൂണിഫോംഡ് അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് കോമൺ നാഷണൽ മാർക്കറ്റാണ് GST പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താണ് ഇന്ത്യ മൊത്തം ഒരേ മാർക്കറ്റ് ഉണ്ട് അതിൽ അല്ലേ, വൺ നാഷൻ വൺ മാർക്കറ്റ് വൺ ടാക്സ് റേറ്റ്. ഇന്ത്യയിൽ മൊത്തം ഒരേ ടാക്സ് റേറ്റ് ആകുമ്പോൾ എന്താണ് ഒരേ ഒരു മാർക്കറ്റിൻ്റെ അതിലാണ് ഫീൽ ചെയ്യുക. ഓക്കെ, ദെൻ ബൂസ്റ്റ് എക്സ്പോർട്ട്. എന്താണ് GST എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കമ്പനികൾ, കാരണം എക്സൈസ് ഡ്യൂട്ടിയൊക്കെ അങ്ങനെ ഒഴിവാക്കിയിട്ട് മൊത്തം GSTൻ്റെ അണ്ടറിൽ വരുന്നതോട് കൂടിയിട്ട് അല്ലെ സിംഗിൾ ടാക്സ് ആണ് വന്നിട്ടുള്ളത്. സോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ പോവർട്ടി റിഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതുവഴി നമ്മുടെ GDP ഗ്രോ ചെയ്യാനും എന്ത് ചെയ്യും, ഇത് സാധിക്കും. ദെൻ സിംപ്ലർ ടാക്സ് സിസ്റ്റം എന്താണ് സിമ്പിളാക്കിയിട്ടുണ്ട്. ദെൻ ബ്രോഡനിങ് ഓഫ് ടാക്സ് ബേസ് ബ്രോഡൻ ചെയ്തിട്ടുണ്ട്. മീൻസ് മുമ്പ് ടാക്സിൻ്റെ അണ്ടറിൽ വരാത്ത ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അണ്ടറിൽ വരുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി സർവീസിൻ്റെ ഒക്കെ കാര്യത്തിൽ മുമ്പ് ഒരുപാട് സർവീസുകൾ ടാക്സ് GST അല്ലെങ്കിൽ ആ ഒരു സർവീസ് ടാക്സിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള സർവീസുകൾ അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് റേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇംപ്രൂവ്ഡ് റവന്യൂ കളക്ഷൻ, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൂടിയിട്ടുണ്ട്. ദെൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സുകളൊക്കെ അല്ലേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ GSTയിലൂടെ സാധിക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് ഗവൺമെൻറ്റുക്കുള്ള ബെനിഫിറ്റ്. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് GST കൊണ്ടുള്ള ലിമിറ്റേഷൻസ്. ഇപ്പോൾ ഇന്ത്യൻ കോൺസെപ്റ്റിൽ GSTൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദെൻ ഡുവൽ ടാക്സ് സിസ്റ്റം ആണ്. എന്താണ് ഡുവൽ ടാക്സ് സിസ്റ്റം സംഭവം GST സിംഗിൾ ടാക്സേഷനൊക്കെയാണ് എന്നുണ്ടെങ്കിലും എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാൾക്കാരും സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ വൺ നാഷൻ വൺ ടാക്സ് എന്നുള്ളത് മാറുന്നുണ്ട്. കാരണം എന്താണ് ഈ ഒരു CGST അതുപോലെ തന്നെ SGST ഉണ്ടായി അതുപോലെ തന്നെ IGST ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു മെക്കാനിസത്തെ അതൊരു നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്, ഈ ഒരു ഡുവൽ ടാക്സ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓൺലൈൻ ടാക്സേഷൻ സിസ്റ്റം. എന്താണ് GST കാര്യമായിട്ട് ഓൺലൈൻ ടാക്സേഷനാണ്. കാരണം നമ്മൾ സൈറ്റ് കയറിയിട്ടാണ് ഓൺലൈനിലൂടെയാണ് റിട്ടേൺ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ടുള്ള വർക്കില്ല. അപ്പം അതൊക്കെ അറിയാത്ത ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഓൺലൈൻ ടാക്സേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഷോർട്ട് ടൈം ബിസിനസ് ചാലഞ്ച്. ഷോർട്ട് ടൈം ബിസിനസ് ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു GST ഒറ്റയടിക്ക് അപ്ലൈ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒറ്റയടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ബിസിനസ് ഓർഗനൈസേഷന് ഇനീഷ്യലായിട്ട് അല്ലേ ഒരുപാട് ചിലവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇത് ആ ഒരു കമ്പനീൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു
പെട്ടെന്ന് തന്നെ പഴയ ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് പുതിയ ഒരു GSTയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇയറായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ലോക്കപ്പ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇതിലേക്ക് മാറുമ്പോൾ പഴയ ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് GSTക്ക് മാറിയപ്പം അത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനീൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ദെൻ GST കംപ്ലയൻസ്. GST നമ്മൾ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളാണ് കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷേ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ഒരുപാട് GSTRകൾ GST റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരുപാട് സിസ്റ്റംസ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറിയാൽ നല്ല ബുദ്ധിമുട്ടാണ്. ദെൻ ഹൈ റേറ്റ്. ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ ഹൈ റേറ്റ് ആണ് വന്നിട്ടുള്ളത്, GST റേറ്റ് ഹൈ റേറ്റ് ആണുള്ളത്. ദെൻ കോംപ്ലക്സിറ്റീസ് ഫോർ ദി ബിസിനസ്മാൻ എന്താണ്, ഇതൊരു കോംപ്ലക്സിറ്റിയാണ്. കാരണം ബിസിനസ്മാൻ എന്തുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കൺട്രോളുകൾ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. നിയമങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ബിസിനസ്മാൻ എന്താണ്, ഇതൊരു ബുദ്ധിമുട്ടാണ്. ദെൻ നെക്സ്റ്റ് ഹൈ പെനാൽറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ നോൺ കംപ്ലയൻസസ്. ഇപ്പോൾ ഈ ഒരു GST കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാതിരുന്നാൽ ഹൈ റേറ്റ് പെനാൽറ്റിയാണ് വരുന്നത്. നല്ല ശതമാനം പെനാൽറ്റി വരുന്നുണ്ട്, ഫൈന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ആ ഫൈനുമേൽ തന്നെ നല്ല ശതമാനം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ്. ഇപ്പോൾ GSTൻ്റെ കേസ്, GST ഫയൽ ചെയ്യുന്ന കേസാണ് ഈ ഓപ്പറേഷണൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഉള്ളിൽ ആ കമ്പനിയിലുള്ള അക്കൗണ്ടൻറ്റിന് GST ഫയൽ ചെയ്യാൻ കഴിയാതിരുന്നാൽ പുറത്തുള്ള ഒരു ഏജൻസിനെ ഏൽപ്പിക്കേണ്ടി വരും. ആ പുറത്തുള്ള ഏജൻസിനെ ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് നല്ലൊരു ചാർജ് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻക്രീസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത്ര കാര്യങ്ങളാണ് GSTൻ്റെ ലിമിറ്റേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഡ്യുവൽ ടാക്സേഷൻ ആണ് നമ്മൾ സിംഗിൾ ടാക്സ് ആണെന്ന് പറഞ്ഞോട്ട് പിന്നെ CGST SGST കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഐഡിയ വൺ നാഷൻ വൺ ടാക്സ് എന്നുള്ളതൊക്കെ ഇവിടെ മാറുകയാണ്. രണ്ടാമത്തത് എന്താണ്, ഓൺലൈൻ ടാക്സേഷൻ ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ 10,000 മേലുള്ള ടാക്സ് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് പേ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഷോർട്ട് ടൈം ബിസിനസ് ചാലഞ്ച്. പെട്ടെന്ന് എന്താണ് ഈ ഒരു പഴയ ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു GSTയിലേക്ക് മാറുമ്പോൾ വരുന്ന കുറച്ചുള്ള ബുദ്ധിമുട്ടുകൾ. ദെൻ GST കംപ്ലയൻസ്. GST ആയിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഹൈ റേറ്റുകളാണുള്ളത്. ബിസിനസ്മാൻ എന്താണ്, ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത്തരത്തിലുള്ള നിയമങ്ങൾ കാര്യങ്ങളൊക്കെയാണുള്ളത്. സോ അത് ബിസിനസ്മാന് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ടാക്സ് അടക്കാഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും GSTയിൽ എന്തെങ്കിലും തെറ്റൊക്കെ വരുത്തിയാൽ എന്താണ്, ഹൈ റേറ്റ് പെനാൽറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റുമാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ കോസ്റ്റ്. ഈ ഓൺലൈൻ ഫയലിംഗ് അല്ലെങ്കിൽ GST ഫയലിംഗ് ഒന്നും അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഒരു ഏജൻസിനെ വെച്ചിട്ട് ഇത് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചിലവ് വരുന്നുണ്ട്. ഇത്ര കാര്യങ്ങളാണ് GSTയുടെ ലിമിറ്റേഷൻസ്.